സംസ്ഥാന വ്യാപക സമരത്തിന്റെ ഭാഗമായി അഞ്ചൽ ഏരൂർ വില്ലേജ് ഓഫീസുകളിലേക്ക് സിപിഐ പ്രവർത്തകർ മാർച്ചും തുടർന്ന് ഉപരോധവും സംഘടിപ്പിച്ചു. അഞ്ചൽ വില്ലേജ് ഓഫീസ് പടിക്കൽ നടന്ന ഉപരോധം സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എം സലീം ഉദ്ഘാടനം ചെയ്തു. ഈ സമരത്തിന്റെ പല ഘട്ടങ്ങളിലും സഹകരിക്കുകയും അതിനാവശ്യമായിട്ടുള്ള പിന്തുണയും അനുഭവം പ്രകടിപ്പിക്കുകയുണ്ടായി. 2012 ഒക്ടോബർ മാസം അവസാനമാണ് ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ അതിൽ തന്നെ പാർട്ടിയുടെ മുൻ ദേശീയ സെക്രട്ടറി ആയിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന സഖാവ് എ വി ഭഗത്, അതുപോലെ സഖാവ് പ്രകാശ് കാരാട്ട്, RSPയുടെ നേതാവായിട്ടുള്ള സഖാവ് പ്രൊഫസർ ചന്ദ്രചൂഡ് അടക്കമുള്ള ആളുകൾ 48 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ഉപവാസ സത്യാഗ്രഹം. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ലിനു ജമാൽ അധ്യക്ഷനായി. ലോക്കൽ കമ്മിറ്റി അംഗം ബി ഹരി, വി വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. ഏരൂർ വില്ലേജ് ഓഫീസ് പടിക്കൽ നടന്ന ഉപരോധം സിപിഐ അഞ്ചൽ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി KC ജോസ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ BJP അടക്കമുള്ള വർഗീയ കക്ഷികളെ ഭരണത്തിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടി പിന്തുണച്ചുകൊണ്ടാണ് ആ ഗവൺമെന്റിനെ ഈ രാജ്യത്ത് ഭരിക്കുവാനുള്ള അവസരം ഒരുക്കിയത്. പോരായ്മകൾ ഏറെ ഉണ്ടായിരുന്നെങ്കിലും ഒന്നാം UPAയുടെ കാലത്ത് ജനവിരുദ്ധ നയങ്ങൾ എടുക്കുമ്പോൾ ഇടതുപക്ഷത്തിന്റെ ശക്തമായ പിന്തുണ തേടിയിരുന്ന ആ ഗവൺമെന്റിന് അങ്ങനെ അധിക ദൂരം ജനവിരുദ്ധ നയങ്ങളുമായി സഞ്ചരിക്കുവാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നതെങ്കിൽ രണ്ടാം UPA ഗവൺമെന്റ് ഈ രാജ്യത്ത് ജനവധി തേടിക്കൊണ്ട് അധികാരത്തിൽ എത്തിയതിനു ശേഷം ഇവിടെ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ച മാതിരി ജനവിരുദ്ധ നയങ്ങളുടെ ഘോഷയാത്ര തന്നെ നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PR ബാലചന്ദ്രൻ അധ്യക്ഷനായി. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി B അജിത് സ്വാഗതം പറഞ്ഞു. ഉപരോധ സമരത്തിനും പ്രതിഷേധ മാർച്ചിനും AIYF മണ്ഡലം സെക്രട്ടറി വൈശാഖ് വി ദാസ്, ഏരൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ആതിര, ഏരൂർ അനിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.